ഇതൊട്ടും ശരിയല്ല. എന്നെ എങ്ങനെയാണ് ഔട്ടാക്കുക? എൻ്റെ ടീമാണ് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാത്തത്. ഞാൻ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ചു. പിന്നെ എന്തിനാണ് എന്നെ പുറത്താക്കുന്നതെന്ന് റാഷ ചോദിക്കുകയാണ്. അഖിൽ മാരാർ അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. ഇത് ഇന്ന് നടത്തിയ ഒരു ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ പുറത്താക്കുന്നത്. ഇതുവരെയുള്ള നിങ്ങളുടെ പെർഫോമൻസ് വിലയിരുത്തിയിട്ടാണ് ഞങ്ങൾ പുറത്താക്കുന്നത്. ഇന്ന് തന്നെ റാഷ പുറത്തു പോയി കഴിഞ്ഞാൽ റാഷ ആരെയാണ് ബ്ലെയിം ചെയ്യാൻ നോക്കുന്നതെന്ന് രഞ്ജിനി ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താണെങ്കിലും എൻ്റെ ടീം ക്യാപ്റ്റനായ അഭിറാമിനെ തന്നെയാണ് പറയുള്ളൂ. കാരണം അതൊരു നല്ല രീതിയിലുള്ള ഗെയിം ഞങ്ങളാരും കളിച്ചിട്ടില്ല. കാരണം അബിയും കുറച്ച് പേരും ചേർന്നിട്ടാണ് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. അവർക്കൊരു 60 സെക്കൻഡ് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. 10 പേരും വന്ന് ഓരോരോ തവണ ബസറിൽ ഞെക്കുക അങ്ങനെ 10 പേർക്കും അവസരം കൊടുത്തിട്ടാണ് ആ ഒരു ഗെയിമിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത് ടീം സി ആണ്. അവരിൽ 10 പേരും എലിമിനേഷൻ റൗണ്ടിൽ വരുന്നു. അവരിൽ നിന്ന് 4 പേരാണ് ഇന്ന് പുറത്തു പോകുന്നത്. അങ്ങനെ ബ്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിറാമിനെ തന്നെ ബ്ലെയിം ചെയ്തോളൂ, നിങ്ങൾ പുറത്താണെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. എല്ലാവരും കരഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറഞ്ഞപ്പോഴും റാഷ ഒറ്റക്കാര്യം മാത്രമാണ് അവിടെ ചെയ്തത്. എല്ലാവരുടെയും വായടപ്പിച്ചുകൊണ്ട് റാഷ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അടുത്ത ബിഗ് ബോസിലേക്കും എനിക്ക് വരാൻ സാധിക്കുമല്ലോ. അപ്പോൾ അഖിൽ മാരാർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡയറക്റ്റായിട്ട് തന്നെ അടുത്ത ബിഗ് ബോസ് ഹൗസിലേക്കും വരാൻ പറ്റും. സിനിമയുണ്ട്, ബിഗ് ബോസ് ഉണ്ട്, നിങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്ത് പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നാളെ ഇവിടെ ഓരോരുത്തരും പുറത്തേക്ക് പോകാനിരിക്കുന്നവരാണ്. പലരും അതിൽ ജയിക്കും, പലർക്കും പുറത്തേക്ക് പോകേണ്ടിയും വരും. ഇതൊരു ഷോയുടെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി എന്നാണ് അഖിൽ മാരാർ പറയുന്നത്.